അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിത ആവശ്യ സമയത്ത് വാഗ്ദാന പേടകത്തെ സമീപിക്കാൻ സമീപിക്കാനുള്ള യോഗ്യതയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യോഗ്യത നമ്മൾ പറഞ്ഞു വിശ്വാസം, 2 വിശുദ്ധി, 3 മാനസാന്തരം, 4 എളിമ വിനയം. 5ാമത്താണ് ഇന്ന് പറയാൻ പോണത്. അതായത് ദൈവവചനം മുറുകെ പിടിക്കണം. അതാണ് ഒരു യോഗ്യത, 5ാമത്തെ യോഗ്യത. ആ വചനം എന്ന് പറയുന്നത് സുഭാഷ് 4:13 എടുത്തേ. എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. കർത്താവിൻ്റെ ഉപദേശം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അറിയാമല്ലേ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടും അസ്വസ്ഥപ്പെട്ടും ചില സമയത്ത് ചില ആൾക്കാരായിട്ട് കയർത്തും ചില ആൾക്കാരായിട്ട് ഇടഞ്ഞും അങ്ങനെ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടക്കാതെയും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ പലപുചാരവും ഒക്കെ ആയിട്ട് കയറി അങ്ങനെ ആത്മീയ ജീവിതത്തിൽ നാശവശമായത്. അപ്പോൾ ആൾക്കാർ പറയും ഇനിയൊന്ന് കുംഭസാരത്തിൽ വേണം ഉടമ്പടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരാൻ. ഇതിന് ഇങ്ങനൊരു സിറ്റുവേഷൻസ് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷെ ഉടമ്പടിക്കാർക്ക് ഓക്കെ അല്ല. എന്താ കാര്യം നമ്മളെ സുഭാഷിതങ്ങൾ 4:13 എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. അത് നിന്റെ ജീവനാണെന്ന് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈശോയുടെ വചനങ്ങൾ പാലിച്ച് പോണ ഒരാളാണെന്ന് തോന്നിയാൽ വരാൻ പോകുന്ന വിഷയം ഈ ദൈവവചനം തന്നെ നമ്മളെ സംരക്ഷിക്കും. അത് തിരിച്ചൊരു സംരക്ഷണം. നമ്മൾ വചനത്തെ സംരക്ഷിക്കണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ വചനം പാലിക്കുക വഴി വചനത്തിന് ഡാമേജ് ആകാതിരി വചനത്തിൻ്റെ എക്സിക്യൂഷൻ ഡാമേജ് ആകാതിരുന്നാൽ തിരിച്ച് ഈ വചനം തന്നെ നമ്മളെ സംരക്ഷിച്ചോളൂ. ഇപ്പം എന്ത് വിഷയം എന്ന് വെച്ചാൽ വചനം പാലിക്കുമെന്ന് നമ്മൾക്കൊരു നിശ്ചയദാർഢ്യം വരുന്ന ഞാൻ എന്ത് കാലാവസ്ഥയിലും എൻ്റെ ജീവിതം എന്ത് കാലാവസ്ഥയിലും കർത്താവ് വചനം പാലിക്കാൻ എന്നെ സഹായിക്കണം, കർത്താവ് വചനം മറിച്ചൊരു ജീവിതം എനിക്ക് തരരുത് എന്ന് പറഞ്ഞ് നമ്മളൊരു ആഗ്രഹം കർത്താവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് ഇത് കേട്ടിട്ട് നമ്മളെ വചനത്തിൻ്റെ ആ വചനം ജീവിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ കർത്താവ് സംരക്ഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 4:16 പറഞ്ഞിരിക്കുന്നത് വേണ്ട സമയത്ത് കരുണയും കൃപാപരവും എന്നാണ്. അപ്പം കരുണയുണ്ടല്ലോ അവിടെ. അപ്പം നമ്മളെ കരുണയെ ആഗ്രഹിച്ച് കർത്താവിൻ്റെ മുമ്പിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യതയില്ലെങ്കിലും കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കും.